നമസ്കാരം. വിബിസി പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UPAക്ക് ശക്തമായ തിരിച്ചടി നൽകാനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിർണായക തീരുമാനം. 6.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കരിങ്കുന്നം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും പൊതുശ്മശാനം ആധുനികവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടും പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് വഴിയോര വ്യാപാര തൊഴിലാളി യൂണിയൻ INTUC ഐഡന്റിറ്റി കാർഡും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ താൽക്കാലിക ജീവനക്കാരായ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വസ്തുതകൾ മറച്ചുവെച്ച് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. UPAക്ക് ശക്തമായ തിരിച്ചടി നൽകാനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിർണായക തീരുമാനം. എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നതും ആരൊക്കെ സ്ഥാനാർത്ഥികളാകുമെന്നതും അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ 5-അംഗ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 5 ദിവസത്തിനകം ഇടുക്കിയിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അടിയന്തര യോഗത്തിനു ശേഷം സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ വ്യക്തമാക്കി. ഈ ഇലക്ഷനെ ശക്തമായി നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. അതെങ്ങനെ, ആര് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ ആലോചനകൾക്കും പരിചിന്തനങ്ങൾക്കും ശേഷം നിങ്ങളെ അറിയിക്കും. ആരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുമെന്ന കാര്യത്തിലും കോർ കമ്മിറ്റി തീരുമാനമെടുക്കും. ജനങ്ങളുടെ പക്ഷത്തു നിന്ന് അവരുടെ അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടുന്നത് തീവ്രവാദമാണെങ്കിൽ വൈദികരായ തങ്ങൾ തീവ്രവാദികളാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ജനങ്ങളുടെ പക്ഷത്തു നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്, നീതിക്ക് വേണ്ടി പോരാടുന്നത് തീവ്രവാദമാണെങ്കിൽ ഞങ്ങൾ തീവ്രവാദികൾ തന്നെയാണ്. ഭരണമുന്നണിക്ക് ശക്തമായ തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർ ഒറ്റക്കെട്ടാകുമെന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. UPA മുന്നണിയിലെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടക്കമുള്ള ഘടകകക്ഷികൾ കർഷകരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തുവരണം. മുന്നണികൾ വിട്ട് രാഷ്ട്രീയ കക്ഷികൾ പുറത്തു വരാൻ തയ്യാറാകണം. മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടും ഉൾപ്പെടെ എല്ലാ കക്ഷികളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണിത്. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. ഫ്രാൻസിസ് ജോർജിനെ സമിതിയുടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രചരണം സ്ഥാപിത താൽപര്യക്കാർ നടത്തുന്ന കുപ്രചരണം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരെയും സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് സമരത്തിന്റെ മറ്റൊരു മുഖമാണ്. സമിതിക്ക് രാഷ്ട്രീയ താൽപര്യമില്ല. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഒന്നിച്ചു പോരാടുന്നത് രാഷ്ട്രീയമായി ചിത്രീകരിക്കുകയാണെങ്കിൽ തങ്ങൾ രാഷ്ട്രീയക്കാരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കി തൃപ്തിപ്പെടുത്താനും കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള തട്ടിപ്പാണ്. 2013 നവംബർ 13 ഉത്തരവ് നൽകുന്നിടത്തോളം കാലം കരട് വിജ്ഞാപനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലോക പൈതൃക പദവിക്കുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംരക്ഷിത പരിപാടികൾ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയാണ് ESA പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 22 ലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇതിൽ നിന്നും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയ ലാഭം സർക്കാരിന്റെ മുമ്പിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. VBC ന്യൂസ്, ഇടുക്കി. തൊടുപുഴയിലെ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് പുതുതായി ചുമതലയേറ്റ തൊടുപുഴ DYSP KM സാബു മാത്യു പറഞ്ഞു. ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഞാൻ സബ് ഡിവിഷനിൽ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി കേസുകൾ കുറയ്ക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്.
മോഷണ കേസ്, അതിൻ്റെ പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്താൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ഒഫൻസുകൾ മാക്സിമം ട്രാഫിക് ആക്സിഡൻറ്റ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്രയും കർശനമായ നടപടിയെടുത്ത് ട്രാഫിക് ഒഫൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സമീപനം, അതിന് ട്രാഫിക് ഒഫൻസ് ഡിറ്റക്ഷൻ വളരെ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ വഴി ദിവസം 30-40 കേസുകൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അതിവേഗം തന്നെ അത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഈ തൊഴിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും സബ് ഡിവിഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വനിതകൾക്കുള്ള സഹായങ്ങളാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരുന്നതും അതുപോലെ തന്നെ കേസിൽ സാക്ഷികളായിട്ട് വരുന്നതും വിക്റ്റിമായിട്ട് വരുന്നതുമുള്ള വനിതകൾക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും നമ്മളിവിടെ പോലീസ് സ്റ്റേഷനിലും അതുമായിട്ട് ബന്ധപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്തു കൊടുക്കാനുള്ള ഒരു കർശന നിർദ്ദേശം താഴെയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഏലത്തിന് സ്വതന്ത്ര വിപണി ഏർപ്പെടുത്താൻ സ്പൈസസ് ബോർഡ് യോഗം തീരുമാനിച്ചതായി PT തോമസ് MP അറിയിച്ചു. ഏലക്കായുടെ ലേലം എടുത്തു കളയണമെന്ന ആവശ്യം നാളുകളായിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെവിടെയും ഏലം വിൽക്കുവാനുള്ള സ്വതന്ത്ര വിപണി ഏർപ്പെടുത്താൻ സ്പൈസസ് ബോർഡ് തീരുമാനിച്ചത്. സ്പൈസസ് ബോർഡിന്റെ ഈ തീരുമാനം മൂലം കർഷകർക്ക് അവരുടെ ഏലത്തിന് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വില ലഭിക്കുമെന്നും MP വ്യക്തമാക്കി. പുനർലേലത്തിന് ഇപ്പം അധികം വരുന്നില്ല. കാരണം പുനർലേലത്തിന് വന്നാൽ 1 കിലോയ്ക്ക് ഈ ടാക്സ് കൊടുക്കുന്ന തുക കൂടി വരുന്ന, അതിൽ കൂടി ലേലം വരുന്നില്ല. അല്ല അതായത് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ലേലത്തിൽ പിടിച്ച ഏലക്ക ഈ പുറ്റടി സ്പൈസസ് പാർക്ക് സൂക്ഷിക്കുന്നുണ്ട്. ആ സൂക്ഷിക്കുന്നത് വീണ്ടും ലേലത്തിൽ വരും എന്നാണ് ഒരു പ്രോബ്ലം വരുന്നത്. അല്ല, ഇപ്പം ഗൗട്ടിമേല ഏലം വരാൻ പറ്റത്തില്ല. കാരണം ഏറ്റുമേല ഏലത്തിന് 350 രൂപ ആണ് വില. ആ ഏലം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ 1 കിലോയ്ക്ക് 70% ടാക്സ് കൊടുക്കണം. ആ ടാക്സ് കൂടെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഏലത്തിൻ്റെ വിലയെക്കാട്ടി തന്നെയായി. പിന്നെ ട്രാൻസ്പോർട്ടിങ് ചാർജ്, ഇവിടുത്തെ സെൽ ടാക്സ്, വാറ്റ്, സെൽ ടാക്സ് കുന്തും എല്ലാം കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ ഈ എക്സ്പോർട്ട് ചാർജ് മാത്രമേ 70% കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. അതുകൊണ്ട് ഇപ്പം ഗോട്ടിമാല ഏലം ഇങ്ങോട്ട് കള്ളക്കടത്ത് വളരെ കുറച്ച് നിന്ന് കാര്യമായി വരുന്നില്ല. ആകെ 300 ടണ്ണോ മറ്റോ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ളൂ. 6.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കരിങ്കുന്നം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും പൊതുശ്മശാനം ആധുനികവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടും പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തി. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മിനി K. ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി മിനി K. ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യം ചെയ്തുകൊണ്ട് കരിങ്കുന്നം പഞ്ചായത്തിലെയും പരിസരത്തുള്ള പുറപ്പുഴ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലെയും ആളുകൾക്ക് കുടിവെള്ളം വേണമെന്നുള്ളത് ദീർഘകാലമായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. കുടിവെള്ളം ഒരു സമൂഹത്തെ, ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യകതയാണ്. എന്തുകൊണ്ട് കുടിവെള്ളം ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളുടെ സർക്കാരുകൾ, എല്ലാ ഭരണ സംവിധാനങ്ങളും എന്തുകൊണ്ട് അശേഷം ചിന്തിക്കുന്നില്ല? ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ പ്രദേശത്തെയും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമ്മളുടെ ഭരണാധികാരികൾക്ക് പറ്റില്ലേ? ആ നിലയിൽ ചിന്തിച്ചാൽ പറ്റും എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ അങ്ങനെ ചിന്തിക്കാനും മാത്രം ജനങ്ങൾക്ക് കുടിവെള്ളം വേണം, അല്ലെങ്കിൽ അവർക്ക് റോഡ്. N. വിനോദ് കുമാർ, KK സന്തോഷ്, NK അഗസ്റ്റിൻ, AP തോമസ്, നോബിൾ P. ഡൊമിനിക്, ക്യാപിറ്റോൾ ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. കസ്തൂരിരംഗൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് മെമ്മോറാണ്ടം പുറത്തിറക്കിയ ചൊവ്വാഴ്ച രാത്രി നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ മറവിൽ കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസായ രാജീവ് ഭവൻ കല്ലെറിഞ്ഞ് തകർത്തു. സംഭവത്തിൽ 2 DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കട്ടപ്പന പാറക്കടവ് തൈപ്പറമ്പിൽ മഞ്ചേഷ്, പേഴുംകവല കുഞ്ചുവീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വെള്ളയാംകുടി സ്വദേശി എബി, സാഗര ജംഗ്ഷൻ അനൂപ് എന്നിവർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഓഫീസ് മെമ്മോറാണ്ടം പുറത്തിറങ്ങിയതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി പ്രകടനം നടന്നിരുന്നു. ഡിവൈഎഫ്ഐയും നേതൃത്വം നൽകിയ പ്രകടനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ ഇവർ പാർട്ടി ഓഫീസിന്റെ ജനാലച്ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയായിരുന്നു.
തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഉത്സവ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഫ്രണ്ട്സ് ട്രേഡേഴ്സ് ഉടമ കെ വിജയനിൽ നിന്നും ഉത്സവ കമ്മിറ്റി കൺവീനർ പി ഗോപകുമാർ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഉത്സവ കമ്മിറ്റി കൺവീനർ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 2014 തിരുവുത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫണ്ട് ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. 2014 മാർച്ച് 27-ാം തീയതി ഉത്സവ കൊടിയേറ്റ് നടക്കും. തന്ത്രി കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവ തൃക്കൊടിയേറ്റ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ 5 ആറാട്ടോടുകൂടി പരിവസാനിക്കും. കേരള സ്റ്റേറ്റ് വഴിയോര വ്യാപാര തൊഴിലാളി യൂണിയൻ INTUC ഐഡന്റിറ്റി കാർഡും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീമതി സോണിയാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ഒക്കെ നയിക്കുന്ന 2ാം UPA ഗവൺമെന്റ് 181 പുതിയ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ടായി. ഈ 181 ബില്ലുകളിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ് മഹാഭൂരിപക്ഷം. മുമ്പൊരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ അത്രയും ദീർഘവീക്ഷണത്തോടെയാണ് ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഴിയോര കച്ചവടക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമം. അതിനുവേണ്ടി കോർപ്പറേഷൻ തലത്തിൽ, മുനിസിപ്പൽ തലത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ അതാത് സമിതികളുടെ പ്രസിഡന്റ്, ചെയർമാനായ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയാണ് വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ റോഡിൽ എവിടെയും കച്ചവടം ചെയ്യാവുന്നൊന്നുമില്ല. പക്ഷേ ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വഴിയോര കച്ചവടം നടക്കുന്ന ഒരുത്തിനെ ഏതെങ്കിലും ഒരു പോലീസുകാരന് ഇഷ്ടമില്ല, ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലെ ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്നൊരു ചെവിയെ പിടിച്ച് പുറത്തോട്ട് ഇറക്കി കളയാൻ പറ്റില്ല. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്, ജോൺ നെടിയപാല, NI ബെന്നി, ജാഫർ ഖാൻ മുഹമ്മദ്, VI ജിന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊന്നന്താനം ഗ്രാമീണ വായനശാലയിൽ സ്ഥാപക അംഗങ്ങളുടെ ഫോട്ടോ അനാച്ഛാദനവും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച സിമി സുകുമാരന് സ്വീകരണവും നൽകി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് ഉദ്ഘാടനം ചെയ്തു. എന്നെപ്പോലെ ആളുകൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു, അതായത് പാലാ സെന്റ് തോമസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാളായി കയറിയില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, എപ്പ കണ്ടാലും ഒരു നല്ലൊരു ചിരി, ഏത് സമയത്തും ആരെ കണ്ടാലും നല്ലൊരു ചിരി. ഞാൻ എന്നും മനസ്സിലോർക്കുന്ന ഒരു സത്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ എന്നെ ചിരിച്ചു കാണിക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്റെ പഴയ കാലങ്ങളിൽ എന്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ എന്നെ കാണുമ്പോൾ അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, മറക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആരോ പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രദേശത്ത് നിന്നും പോയിട്ട് ഈ പ്രദേശത്തെ ഇപ്പോഴും തന്റേതുപോലെ തന്നെ കാണുന്ന ചുരുക്കത്തിൽ വ്യക്തിയിൽ ഒരാളായി ഞാൻ ദേവസാറിനെ കാണില്ല. ഇനി എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട സദസ്യസാർ, നമുക്കറിയാം സാങ്കേതിക വിദ്യകളിലൊക്കെ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്കാരവും എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോരുന്ന ഒരു മൂല്യമുണ്ട്, പരസ്പര സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഒക്കെ. നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് പരസ്പരം. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. മത്തച്ചൻ പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. PA ജോർജ്, ജോസഫ് മൂലശ്ശേരി, TR സോമൻ, ബിന്ദു ബിനു, NV ജോസഫ്, VK മാത്യു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UPAക്ക് ശക്തമായ തിരിച്ചടി നൽകാനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിർണായക തീരുമാനം.
6.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കരിങ്കുന്നം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും പൊതുശ്മശാനം ആധുനികവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടും പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് വഴിയോര വ്യാപാര തൊഴിലാളി യൂണിയൻ INTUC ഐഡന്റിറ്റി കാർഡും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ താൽക്കാലിക ജീവനക്കാരായ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വസ്തുതകൾ മറച്ചുവെച്ച് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.